ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഈ വർഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിൽ ഒന്നായിരുന്നു നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നമുക്ക് LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് പേർക്ക് ഇതിനകത്ത് കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എക്സാം ഈ പറയുന്ന പോലെ ഏത് ഡേറ്റിലേക്ക് വരാനാണ് സാധ്യത, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക, ഇതൊക്കെ ഒരുപാട് പേർ കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആർക്കൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട് SSLC ഇക്വലന്റ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ KGT മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ എന്താണ് ലോവർ സർട്ടിഫിക്കറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വലൻസി എന്താണ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ LD ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർ പോലും എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റാതിരിക്കുന്ന ആർക്കാണ് ഒരുപാട് സംശയം വരുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? അവർ പറയുന്ന ഈ ക്വാളിഫിക്കേഷന്റെ കൂടെ ഏതൊക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാനുവരിയിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി PSCയുടെ എക്സാം കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ മാസം അല്ലെ 2026 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ട് എന്തും വരും, ഈ പറയുന്ന പോലെ എക്സാമും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാലോ, മാറാൻ വലിയ സാധ്യത ഇല്ല. ഓക്കെ, ടെന്റേറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഇത് മാറാനായിട്ട് വലിയ സാധ്യതയില്ല. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. പക്ഷേ ഈ കോഴ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒരു 40 മാർക്കിന് വരുന്നത്. സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് ഇനി ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഒന്ന് നമുക്കറിയാം മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒന്ന് SSLC ആണ് അല്ലെ. SSLC അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടത് KGT മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിലെ ലോവർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. ഹയറിന്റെ കേസ് ഒന്നും പറയുന്നില്ല. ലോവർ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് KGTയിൽ ലോവർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഹയർ ഉള്ളവർക്ക് പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും വേണം അല്ലെ. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷനും. അപ്പൊ നമുക്കറിയാം ഈ 2002 മുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെ, 2002 മുതൽ ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം 2002 മുതൽ ഈ KGT മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്ക് അതിൽ ഏതും ഇൻക്ലൂഡഡ് ആണ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ വേർഡ് പ്രോസസ്സിംഗിന്റെ അവിടെ മീറ്റ് ചെയ്യും. അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് നോക്കണ്ട. നിങ്ങൾ KGT മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 2000 ശേഷമുള്ളവരാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്ന മറ്റേതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിലാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോലും അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ എടുത്തവർക്കാണ് ഇതിന് തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും ക്വാളിഫിക്കേഷൻസ്, ഈ പറയുന്ന ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള ഏതൊരാൾക്കും ഈ പറയുന്ന LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടി വരുന്നില്ല. ഓക്കെ, അതായത് BHSC ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ VHSC ഇൻ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിഷിപ്പ്, അതുപോലെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ടെൻഷനിലേക്ക് ഒന്നും പോകണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 2 ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ലോവർ ഏത് വേണം, KGT മലയാളത്തിലും വേണം, KGT ഇംഗ്ലീഷിലും വേണം, അതുപോലെ വേർഡ് പ്രോസസ്സിംഗിലും വേണം അല്ലെ. ഈ 3 ക്വാളിഫിക്കേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ സംശയങ്ങളിലേക്ക് ഒന്നും പോകണ്ട, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, റിജക്റ്റ് ആകാനായിട്ട് പോകില്ല. ഓക്കെ, പിന്നെ മറ്റ് ചില ജോബുകളും കൂടെ വരുന്നുണ്ട്, മറ്റ് ചില ക്വാളിഫിക്കേഷൻസും കൂടെ വരുന്നുണ്ട്. അവിടെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ VHSC അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനും, അതുപോലെ NTC ഇൻ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷനും ഉണ്ട്. ഇത് വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളവും അല്ലെ, ഇംഗ്ലീഷ് ലോവറും അതുപോലെ വേർഡ് പ്രോസസ്സിംഗും ഈ 2 കോഴ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇംഗ്ലീഷ് ലോവറും അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിംഗും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സുകൾ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കോഴ്സുകളും പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഏതും കൂടെ വേണം, KGT ടൈപ്പിംഗ് മലയാളം ലോവറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പൊ ഈ 2 ക്വാളിഫിക്കേഷൻ, അതായത് VHSC ഇൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്,
അതുപോലെ NTC സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇംഗ്ലീഷ് കോഴ്സുകളാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം പോരാ, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ വേണം, മലയാളം ലോവറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. കാരണം ഈ 2 കോഴ്സ് വെച്ച് നിങ്ങൾ ഇംഗ്ലീഷ് ലോവറും വേർഡ് പ്രോസസിംഗും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരാ, എന്തും കൂടെ വേണം, മലയാളം ലോവർ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ വേണം. ഈ 6 കേസിൽ ഒന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 6 കോഴ്സുകളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ കോഴ്സ് ക്വാളിഫൈഡ് ആണോ, നിങ്ങൾ എല്ലാ ക്വാളിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തും കൂടെ വേണം, മലയാളം ലോവർ ക്വാളിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ പറയുന്ന NCVT ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അല്ലെ. ഈ ഒരു കോഴ്സ് ക്വാളിഫൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോവർ മാത്രമാണ് നിങ്ങളവിടെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലോവർ മാത്രം നിങ്ങളവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ പറഞ്ഞ NCVT സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഏതൊക്കെ, മലയാളം ലോവറും അതുപോലെ തന്നെ വേർഡ് പ്രോസസിംഗ് ലോവറും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്കാണ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ വരുന്ന LD ടൈപ്പിസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള ഓൾറെഡി പറഞ്ഞു. അപ്പൊ മലയാളം ലോവറും വേണം, ഇംഗ്ലീഷ് ലോവറും വേണം. ഇനി നിങ്ങൾ മലയാളം ലോവർ ഇല്ല, ഇംഗ്ലീഷ് ലോവർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 6 ക്വാളിഫിക്കേഷൻസും ഉള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മറ്റ് അഡീഷണൽ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഈ ഒരു എക്സാമിനായിട്ട് വേണ്ട. ഈ 2 കോഴ്സുകളാണെങ്കിൽ ഈ 2 ക്വാളിഫിക്കേഷൻസ് ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തും കൂടെ വേണം, മലയാളം ലോവറും കൂടി വേണം അല്ലെ, മലയാളം ലോവറും കൂടി വേണം. ആൻഡ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തും വേണം, മലയാളം ലോവറും വേണം, അതുപോലെ വേർഡ് പ്രോസസിംഗിന്റെ ക്വാളിഫിക്കേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജാനുവരിയിലാണ് നിങ്ങൾക്ക് എന്ത് വരിക, നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്ക് ഈ പറഞ്ഞ ഒക്ടോബർ നവംബർ ആണ് എക്സാം നടക്കാൻ സാധ്യതയുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞത്. സാധ്യതയല്ല, ആ ടൈമിൽ തന്നെ നടക്കും. PSC ഇപ്പൊ എക്സാം കലണ്ടറിനായിട്ട് വലിയ വ്യത്യാസങ്ങളൊക്കെ എക്സാമിന് വരാറില്ല അല്ലെ. സോ ഉറപ്പായിട്ടും ഒരു സ്പെഷ്യലൈസ്ഡ് എക്സാം ആണ്, എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമാണ്, സിലബസ് ചെയ്ത് പഠിത്തം ആവശ്യമുള്ള അല്ലെ, നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്ലാസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ജോലി ലക്ഷ്യം വെച്ചിരിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എന്താണ്, വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്ത് ലിസ്റ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് അല്ലെ. സോ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കംപ്ലീറ്റ് പാക്കേജ്, കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന LD ടൈപ്പിസ്റ്റിന്റെ ബാച്ച് എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സിലബസ് ബേസ് വേർഡ് പ്രോസസിംഗ് ആയിട്ടൊക്കെ നമുക്കറിയാലോ, ഒരു 40 മാർക്സും വരുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് അല്ലെ, നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്ത് എക്സ്പേർട്സ് അല്ലെ, മറ്റൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ല നിങ്ങളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു കോഴ്സ് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് അതിന് ആ ഒരു സീരിയസ്നോട് പഠിക്കണം, നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളത് ആവശ്യമാണ്. സോ അത്തരത്തിലൊരു കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ റെഡിയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. എന്ത് കൺസേൺസ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സിലബസും മറ്റു കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.